ഓം ശാന്തി 29/3/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ജ്ഞാനത്തിലൂടെ നല്ല ജാഗൃതി വന്നിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ 84 ജന്മങ്ങളെ നിരാകാരനും സാകാരനുമായ ബാബയെ അറിയുന്നു. നിങ്ങളുടെ അലച്ചിൽ തീർന്നിരിക്കുന്നു. ബാബ നൽകുന്ന ജ്ഞാനത്തിൽ ആത്മാവിൻ്റെ പരിചയം, പരമാത്മാവിൻ്റെ പരിചയം, 84 ജന്മങ്ങളുടെ പരിചയം തുടങ്ങിയവ നൽകുന്നു. ഇതിലൂടെ നമ്മൾ ആത്മാക്കൾക്ക് ജാഗൃതി അല്ലെങ്കിൽ ഉണർവ് ഉണ്ടാകുന്നു. ഇത്രയും നാളും നാം ആരാണ്, നാം ആരുടേതാണ്, എവിടെ നിന്നാണ് വന്നത്, നാം എവിടേക്കാണ് പോകുന്നത്, ഈ സൃഷ്ടിയിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സംഗമയുഗത്തിൽ ബാബ വന്ന് ഈ എല്ലാ അറിവും നൽകുകയാണ്. ഇതിനാൽ തൻ്റെ 84 ജന്മങ്ങളെക്കുറിച്ചും നിരാകാരനായ ശിവ പരമാത്മാവിനെക്കുറിച്ചും സാകാരനായ പ്രജാപിത ബ്രഹ്മാവിനെക്കുറിച്ചും നമ്മൾ ഓരോരുത്തർക്കും അറിയാം. ഇതിലൂടെ നമ്മളുടെ അലച്ചിൽ തീരുകയാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരം എന്താണ് എന്ന് നാം പല ജന്മങ്ങളിൽ പലതരത്തിൽ അന്വേഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അലച്ചിലെല്ലാം തീർന്നിരിക്കുന്നു. ഉത്തരമെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ചോദ്യം: ഈശ്വരൻ്റെ ഗതിയും മതിയും വേറിട്ടതാണ് എന്നെന്തുകൊണ്ട് പാടുന്നു? ഉത്തരം: 1. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള നിർദ്ദേശമാണ് തരുന്നത്. ഇതിലൂടെ നിങ്ങൾ ബ്രാഹ്മണർ എല്ലാവരിൽ നിന്നും വേറിട്ടവരായി തീരുന്നു. നിങ്ങളെല്ലാവർക്കും ഒരഭിപ്രായമായി തീരുന്നു. 2. ഈശ്വരൻ തന്നെയാണ് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത്, പൂജാരിയിൽ നിന്നും പൂജ്യനാക്കുന്നതും. ഇതിനാൽ ബാബയുടെ ഗതിയും മതിയും വേറിട്ടതാണ്. ഇത് നിങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാകുക സാധ്യമല്ല. ഈശ്വരൻ്റെ രീതിയും തരവും എല്ലാം വേറിട്ടതാണ്. എന്ത് നിർദ്ദേശം നൽകുന്നുവോ അത് ലോകത്തിൽ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ ബാബ തരുന്ന നിർദ്ദേശം അനുസരിക്കുന്നതിലൂടെ നമ്മൾ ബ്രാഹ്മണരായി തീരുന്നു, ഒഴുക്കിനെതിരെ നീന്തുന്നവരായി തീരുന്നു, ലോകരിൽ നിന്നും വ്യത്യസ്തരായി തീരുന്നു. എന്ത് ആചാര വിചാരങ്ങളാണോ ഇത്രയും നാളും നാം പാലിച്ചു പോയിരുന്നത്, അതിൽ നിന്നെല്ലാം ഭിന്നമായി ചിന്തിക്കാനും മനസ്സിലാക്കാനും ഈ ജ്ഞാനം നമ്മെ സഹായിക്കുന്നു. ഈ ജ്ഞാനം തരുന്നത് ബാബയാണ്. അതിനാൽ ബാബയുടെ രീതി വ്യത്യസ്തമാണ് എന്നെല്ലാവരും പറയുന്നു. എന്നാൽ ഈ വ്യത്യസ്തതയിലും നാം ബ്രാഹ്മണാത്മാക്കളെല്ലാം ഒരഭിപ്രായമുള്ളവർ ഒരു കുടക്കീഴിലേക്ക് വരുന്നു. രണ്ടാമത്തെ കാരണമാണ് ഈശ്വരൻ തന്നെയാണ് എല്ലാവർക്കും സദ്ഗതി നൽകുന്നത്. ഏറ്റവും താഴ്ന്ന പൂജാരി സ്ഥിതിയിൽ നിന്ന് പൂജ്യസ്ഥിതിയിലേക്ക് ഉയർത്തുന്നു. ഇങ്ങനെ ഉയർത്തുന്നതിന് തികച്ചും വ്യത്യസ്തമായത് തന്നെയാണ് ആവശ്യം. ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രങ്ങളിലൂടെ, കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പഠനങ്ങളിലൂടെ മനുഷ്യനിൽ നിന്ന് ദേവതയായി തീരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നേനെ. പക്ഷെ അങ്ങനെയല്ല. കാരണം ലോകത്തിൻ്റെ രീതി അനുസരിച്ച് മനുഷ്യൻ അസുരനായി മാറുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ദേവതയാകുന്നില്ല. അതിനാൽ സദ്ഗതി ദാതാവായ ബാബ വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നതിന് യോഗ്യരാക്കി മാറ്റുന്നു ഈ ജ്ഞാനത്തിലൂടെ. അതുകൊണ്ടാണ് ബാബയുടെ ഗതിയും മതിയും വേറിട്ടതാണ് എന്ന് എല്ലാവരും പറയുന്നത്. എന്നാൽ ഈ കാര്യം ബ്രാഹ്മണ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കുക സാധ്യമല്ല. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം സ്മരിച്ച് സദാ
ഹർഷിതമായിരിക്കണം. ഓർമ്മയുടെ യാത്രയിലൂടെ തൻ്റെ പഴയ എല്ലാ കർമ്മക്കണക്കുകളും മാറ്റി കർമാതീത അവസ്ഥ ആക്കിയെടുക്കണം. 2. ധ്യാനത്തിലും സാക്ഷാത്കാരങ്ങളിലും മായ വല്ലാതെ പ്രവേശിക്കുന്നു. ഇതിനാൽ സൂക്ഷിക്കണം. ബാബയ്ക്ക് വാർത്ത നൽകി നിർദ്ദേശം എടുക്കണം. ഒരു തെറ്റും സംഭവിക്കരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയെയും ജ്ഞാനത്തെയും സ്മരിക്കുന്നതിലൂടെ നമുക്ക് പുതുജീവൻ വരുന്നു. അതിനാൽ സദാ ഹർഷിതമായി ഇരിക്കണം. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് നമ്മുടെ പഴയ കർമ്മക്കണക്കുകളെ നാം മാറ്റിയെടുക്കേണ്ടത്. ഓർമ്മയുടെ യാത്രയിലൂടെ പാപം നശിക്കുന്നു എന്ന് മാത്രമല്ല, പുതിയ ശേഖരണം ഉണ്ടാകുകയും ചെയ്യുന്നു. നാം ആത്മാവ് മുന്നേറുകയും ചെയ്യുന്നു. അങ്ങനെ കർമാതീത അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ധ്യാനത്തിൽ പോകുക, സാക്ഷാത്കാരം ലഭിക്കുക തുടങ്ങിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പേരിലും അത് സഫലീകരിക്കുകയാണെങ്കിൽ അതിലൂടെയും മായ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇതിനാൽ വളരെ വളരെ സൂക്ഷിക്കണം. ബാബയ്ക്ക് ഓരോ ചുവടിൻ്റെയും വാർത്ത നൽകി നൽകി ബാബയിൽ നിന്ന് നിർദ്ദേശം എടുത്തെടുത്ത് മുന്നോട്ട് പോകണം. തന്നിൽ നിന്ന് ഒന്നും തെറ്റായി സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. വരദാനം: തൻ്റെ ശുഭഭാവനയിലൂടെ നിർബല ആത്മാക്കളിൽ ബലം നിറയ്ക്കുന്ന സദാ ശക്തി സ്വരൂപമായി ഭവിക്കട്ടെ. സേവാധാരി കുട്ടികളുടെ വിശേഷ സേവനമാണ് സ്വയം ശക്തി സ്വരൂപമായിരിക്കുക. സർവരെയും ശക്തി സ്വരൂപം ആക്കുക, അതായത് നിർബല ആത്മാക്കളിൽ ബലം നിറയ്ക്കുക. ഇതിനായി സദാ ശുഭഭാവന ശ്രേഷ്ഠ കാമന സ്വരൂപരാകൂ. ശുഭഭാവനയുടെ അർത്ഥം ആരിലെങ്കിലും ഭാവന വെച്ച് അവരുടെ ഭാവനയിൽ പെട്ടുപോകുക എന്നല്ല. ഈ തെറ്റ് ചെയ്യരുത്. ശുഭഭാവന പരിധിയില്ലാത്തത് ആയിരിക്കണം. ഒരാളെ പ്രതി വിശേഷ ഭാവനയുള്ളത് നഷ്ടം വരുത്തുന്നതാണ്. ഇതിനാൽ പരിധിയില്ലാത്തതിൽ സ്ഥിതി ചെയ്ത് നിർബല ആത്മാക്കൾക്ക് തനിക്ക് പ്രാപ്തമായിട്ടുള്ള ശക്തികളുടെ ആധാരത്തിൽ ശക്തി സ്വരൂപരാക്കൂ. സേവാധാരി കുട്ടികൾ ചെയ്യേണ്ട വിശേഷ സേവനമാണ് സ്വയം ശക്തി സ്വരൂപരായിരിക്കുക, മറ്റുള്ളവരെയും ശക്തി സമ്പന്നർ ആക്കുക എന്നത്. ബലം കുറവായിട്ടുള്ള ആത്മാക്കളിൽ ബലം നിറയ്ക്കുക. ഇതുതന്നെയാണ് സദാ ശുഭഭാവന ശ്രേഷ്ഠ കാമന സ്വരൂപരാകുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ശുഭഭാവനയുടെ അർത്ഥം ഒരാൾക്ക് മാത്രം സ്പെഷ്യൽ ഭാവന കൊടുത്ത് അവരിൽ പെട്ടുപോകുക എന്നതല്ല. ഇതൊരു തെറ്റാണ്. ഇത് ചെയ്യരുത്. ഒരാളിൽ മാത്രമല്ല, മുഴുവൻ ലോകത്തിലുള്ള ആത്മാക്കൾക്കും ശുഭഭാവന നൽകണം. ഇങ്ങനെ പരിധിയില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ബലമില്ലാത്ത ആത്മാക്കളിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ശക്തികളുടെ ആധാരത്തിൽ ശക്തി സ്വരൂപമാക്കി മാറ്റണം. സ്ലോഗൻ: അലങ്കാരം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആഭരണമാണ്. ഇതിനാൽ അലങ്കാരിയാകൂ, ദേഹ അഹങ്കാരി അല്ല. അലങ്കാരി എന്നാൽ ജ്ഞാനി, യോഗി, ധാരണാസ്വരൂപം, സേവാധാരി. ഇവയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരമെന്ന് പറയുന്നത്, ആഭൂഷണമെന്ന് പറയുന്നത്. നാം എത്രത്തോളം ജ്ഞാനിയും യോഗിയും ധാരണാസ്വരൂപരും സേവാധാരിയുമാകുന്നുവോ അത്രയും നാം അലങ്കാരി ആകുന്നു. അത് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആഭൂഷണമാണ്, ആഭരണമാണ്. എന്നാൽ ദേഹ അഹങ്കാരത്തിൽ വരരുത്. ഓം ശാന്തി.